بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പരമാവധി പരിശ്രമം വേണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കുന്നു, ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഏറ്റവും വലിയ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും വാത്സല്യത്തിന്റെയും ദയാവായ്പിന്റെയും നിർദ്ദേശങ്ങൾ നൽകിയ മതമാണ് അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം. സമൂഹത്തിൽ ഏറെ പ്രയാസം അനുഭവപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദുർബലരായ ആളുകളോട് ഏറെ കാരുണ്യവും വാത്സല്യവും അനുകമ്പയും ദയയും കാണിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും നിർദ്ദേശിക്കുകയും വളരെ ശക്തമായ സ്വരത്തിൽ തന്നെ അതിനുവേണ്ട താക്കീതുകളടക്കം നൽകുകയും ചെയ്ത മതമാണ് അല്ലാഹുവിന്റെ മതമായ ഇസ്ലാം. അർഹമർ റഹീമീനായ തമ്പുരാൻ എന്നാണ് നമ്മൾ അല്ലാഹുവിനെ വിശേഷിപ്പിക്കാറുള്ളത്. കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ് അല്ലാഹു. അവന്റെ ഏറ്റവും വിശിഷ്ടങ്ങളായ നാമങ്ങളിൽ ആദ്യ ഭാഗങ്ങളിൽ നാം എണ്ണാറുള്ളത് തന്നെ റഹ്മാൻ, റഹീം എന്നതാണ്. കരുണയുടെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, അനുകമ്പയുടെ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ സിഫത്താണ് ആ റഹ്മാനും റഹീമുമെല്ലാം. മനുഷ്യരോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ്, സമൂഹത്തിൽ എല്ലാവരും ഒരേപോലെയല്ല. അവരിൽ വളരെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്, നിത്യരോഗത്തിന്റെ ദുരിതത്തിൽ അകപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കടക്കനിയിൽ അകപ്പെട്ടുകൊണ്ട് മാനസികമായി സന്തോഷത്തോടുകൂടി ഒരു നേരം ഉറങ്ങാനോ ഉണ്ണാനോ കഴിയാത്ത പാവങ്ങളുണ്ട്. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് സമൂഹത്തിന്റെ ആട്ടുണ്ടുപ്പുമേറ്റുകൊണ്ട് പലപ്പോഴും അവഗണന മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിധവകളുണ്ട്. പ്രയാസപ്പെടുന്ന 100 കൂട്ടം ആളുകൾ സമൂഹത്തിലുണ്ട്. അവർ മൊത്തത്തിൽ ദുർബലർ എന്ന ഗണത്തിൽ സമൂഹം എഴുതി തള്ളിയിരിക്കുകയാണ്. അവരോട് ഏറെ കാരുണ്യം കാണിക്കാൻ, ഏറെ വാത്സല്യം കാണിക്കാൻ, സ്നേഹം കാണിക്കാൻ, കടപ്പാടുകൾ നിർവഹിക്കാൻ അല്ലാഹു മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുകയാണ്. നമസ്കാരവും നോമ്പും ഹജ്ജും മറ്റുള്ള കർമ്മങ്ങളുമൊക്കെ അനുഷ്ഠിക്കുന്ന മുസ്ലിം, അവനാ അനുഷ്ഠിക്കുന്ന ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആശയങ്ങൾ അവന്റെ പ്രവൃത്തിപഥത്തിൽ തെളിയണം. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവര് മുസ്ലിം, പരലോകത്തിൽ വിശ്വസിക്കുന്നവര് മുസ്ലിം, പടച്ചവനിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ ഏറെ മികച്ചു നിൽക്കേണ്ടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവര് മുസ്ലിമിന്റെ മനസ്സിൽ ഏറെ തിളങ്ങി നിൽക്കേണ്ടുന്ന ഒരു സ്വഭാവമാണ് അനുകമ്പയും മറ്റുള്ളവരോടുള്ള വാത്സല്യവും ദയാവായ്പും സ്നേഹവും കരുണയുമെല്ലാം. അർഹമർ റഹീമീനായ തമ്പുരാൻ ഏറെ കരുണ ചെയ്യുന്നവനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവന്റെ കാരുണ്യത്തിന് അവന്റെ അടിമകൾ പാത്രീഭൂതരായി തീരണമെങ്കിൽ പോലും അല്ലാഹു വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് എന്റെ റഹ്മത്തിലെടുക്കുന്നത് ആർക്കാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, നമ്മളോട് പഠിപ്പിച്ചു, ഓ ജനങ്ങളെ, യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, യർഹമു മൻ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണേ. നിങ്ങൾ ഭൂമിയിലുള്ള കഷ്ടപ്പെടുന്ന പാവങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കണേ. എങ്കിൽ യർഹമുകും മൻ ഫിസ് സമാ, ഉപരിഭാഗത്തുള്ളവൻ, മുകളിലുള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടും കരുണ ചെയ്യുന്നതാകുന്നു. റബ്ബിന്റെ കരുണ നമുക്ക് കിട്ടണോ? സഹജീവികളോട് കരുണ കാണിച്ചവർക്ക് അല്ലാഹുവിങ്കൽ നിന്ന് കാരുണ്യം ലഭിക്കുകയുള്ളൂ എന്ന് ചുരുക്കം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാഷയിൽ വീണ്ടും പറയുന്നു, മല്ലാ യർഹമു വലാ യുർഹമു, മല്ലാ യർഹമു, മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവൻ, മറ്റുള്ളവരോട് അനുകമ്പ തോന്നാത്തവൻ, കഷ്ടപ്പെടുന്ന മനുഷ്യന്റെ കഷ്ടപ്പാടുകളെ അവഗണിക്കുന്നവൻ, അത് കണ്ടില്ലെന്ന് നടിക്കുന്നവൻ, ആ നിലക്ക് കാരുണ്യത്തെ തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളുണ്ടെങ്കിൽ, മല്ലാ യർഹമു, ഒരാളോടും കരുണ കാണിക്കാത്തവന്, ലാ യുർഹമു, അവനോട് അർഹമുർ റഹീമീനായ തമ്പുരാനും കരുണ കാണിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
ഏറ്റവും വലിയ റഹ്മത്തിനെ ആശിക്കുന്ന മുസ്ലിമീങ്ങൾ, അല്ലാഹുവിങ്കൽ നിന്ന് നാളെ പരലോകത്ത് ഏറെ പുണ്യം ആശിക്കുന്ന മുസ്ലിമീങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ടത്, ഈ സമൂഹത്തിൽ അവൻ ജീവിക്കുമ്പോ അവന്റെ ചുറ്റുപാടുകളിലേക്ക് അവന് കണ്ണയക്കാൻ തയ്യാറാവണം. സമൂഹത്തിൽ എല്ലാവരും സുഖത്തിലല്ല കഴിയുന്നത്, എല്ലാവരും വളരെ സുഖലോലുപമായ ജീവിതത്തിലല്ല ജീവിക്കുന്നത്. പലർക്കും പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, കഷ്ടപ്പാടുകളാണ്. ആ നിലക്ക് നമ്മുടെ അനുകമ്പക്കും നമ്മുടെ കാരുണ്യത്തിനും ഏറെ അവകാശികളായി തീരുന്ന വിഭാഗങ്ങളാണ്. ഒന്ന്, അനാഥകൾ. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും എമ്പാടും അനാഥകളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ മിസ്കീൻ എന്ന വകുപ്പിൽപ്പെടുന്ന അഗതികൾ എന്ന മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഗതിയില്ലാത്തവൻ, അതാണല്ലോ അഗതികൾ. അതേപോലെ തന്നെ ഭർത്താവിനോടൊത്തുള്ള ജീവിതം ജീവിക്കുന്നതിനിടയിൽ രോഗത്തിനടിമപ്പെട്ടുകൊണ്ടോ അതല്ലെങ്കിൽ പെട്ടെന്നോ ഉള്ള മരണം കാരണത്താൽ ഭർത്താവ് മരിച്ചുപോയിട്ട് പിന്നെ അത്താണിയായിട്ട് ഒരാളുമില്ലാതെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട് കഴിയുന്ന ഒരുപാട് വിധവകളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന നിത്യരോഗികളുണ്ട്, വയോവൃദ്ധന്മാരുണ്ട്. അങ്ങനെ സമൂഹത്തിലെ വഅഫാകളായ ആളുകൾ, ദുർബലരായ ആളുകൾ ഈ സമൂഹത്തിൽ ഏറെയാണ്. അവരോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട് 40ാമത്തെ വയസ്സിൽ നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പേ പ്രവാചകനിൽ ഈ സ്വഭാവമുണ്ടായിരുന്നു. ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ദൂതനായിട്ടാണ് റസൂലുള്ള വിശേഷിപ്പിക്കപ്പെടുന്നത്. സർവ്വലോകത്തിനും ലോകർക്കും റഹ്മത്തായി കൊണ്ടല്ലാതെ നബിയെ അങ്ങേ നാം അയച്ചിട്ടില്ല. റസൂലുള്ളാഹിനെ അല്ലാഹു ഈ ലോകത്ത് നമുക്ക് അയച്ചു തന്നത് തന്നെ അല്ലാഹുവിന് നമ്മളോടുള്ള കാരുണ്യമാണെന്നർത്ഥം. കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന്റെ മുമ്പേ പ്രവാചകന്റെ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹിറാ ഗുഹയിൽ വെച്ച് റസൂലുള്ളാഹിക്ക് ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ ആദ്യഭാഗം ഓതിക്കേൽപ്പിച്ച് പിന്നീട് ജിബ്രീൽ എന്ന പ്രത്യക്ഷമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നടുക്കം പ്രവാചകനെ വല്ലാതെ തളർത്തിപ്പോയി. ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി ഓടി വീട്ടിലേക്ക് കയറി വന്നിട്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് ആവശ്യപ്പെട്ടല്ലോ, സമ്മിലുനി എന്ന പുതപ്പിച്ച് മൂടിത്ത ഖദീജ. അങ്ങനെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ പുതപ്പിച്ച് മൂടി. പിന്നീട് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോ പ്രവാചകനെ വല്ലാത്ത പേടിയിലകപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമാധാനിപ്പിച്ച വാചകങ്ങൾ നമുക്ക് സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. കല്ലാ വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദാ. ഒരിക്കലും അങ്ങേ അല്ലാഹു നിന്ദിക്കുന്നതല്ല, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. അല്ലാഹു നിങ്ങളെ നിന്ദിക്കുന്നതല്ല, അപമാനിക്കുന്നതല്ല. കാരണം കേട്ടോളൂ, ഇന്നക ലതസിലു റഹിമ, അങ്ങ് കുടുംബ ബന്ധത്തെ ചേർക്കുന്ന വ്യക്തിത്വമാണ്. വതഹ്മിലുൽ കല്ല, പ്രയാസമുള്ള ആളുകളുടെ പ്രയാസത്തെ ഏറ്റെടുക്കുന്ന വ്യക്തിത്വമാണ്. വതക്തിബുൽ മഅദൂം, സമൂഹത്തിലെ അവസവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. വതഖിറുൽ ലൈഫ, അതിഥികളെ മാനിക്കുന്നവനാണ്. വതുഈനു അലാ നവായിബിൽ ഹഖി, വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സഹായിക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ ഒരിക്കലും അപമാനിക്കുന്നതല്ല, ഭയപ്പെടേണ്ടതില്ല എന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹ വിശേഷിപ്പിക്കുന്നു. നബിയായിക്കൊണ്ട് ആദ്യമായി നിയോഗിക്കപ്പെട്ടുകൊണ്ട് വരുന്ന ദിവസമാണ്. ആ ദിവസത്തിന്റെ മുമ്പും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിലുള്ള പാവങ്ങളോട് അനുകമ്പയുള്ള ആളായിരുന്നു. പ്രയാസപ്പെടുന്ന ആളുകളോട്, കഷ്ടപ്പെടുന്ന ആളുകളോട് വളരെ നല്ല നിലക്ക് സഹായിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു എന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ആ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് സർവ്വ അമ്പിയാക്കന്മാരുടെയും പാരമ്പര്യമാണ്. അമ്പിയായിനെ സംബന്ധിച്ച് നമ്മൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ചരിത്രം പഠിക്കേണ്ടവരാണ്. നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ വെള്ളിയാഴ്ച ഓടുന്ന സൂറത്തുൽ കഹ്ഫിൽ അതാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖദർ അലൈഹിസ്സലാമും കൂടി ഒരു യാത്ര പോകുന്ന അവസരത്തിൽ 2-3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ ഒന്ന്, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ ഈ ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം നല്ല ഒരു കപ്പലങ്ങ് ഒരു ഭാഗത്ത് നിന്ന് പലക അടർത്തിയിട്ടങ്ങ്
ഒരു പ്രത്യേകമായ രൂപത്തിൽ അതിനൊരു കോട്ടം വരുത്തുന്നു. കാണാൻ ഭംഗിയുള്ള ഒരു കപ്പൽ അതിന് ഇത്തിരി കേട് വരുത്തുന്ന കാഴ്ചയാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്നത്. എന്തേ ഈ നല്ല കപ്പൽ നിങ്ങൾ ഈ കേടാക്കുന്നതെന്തിനാ? കാണാൻ നല്ല മൊഞ്ചുള്ള കപ്പലിന്റെ ഒരു ഭാഗത്ത് നിന്ന് അതിന്റെ ഭംഗിക്കേട് വരുന്ന നിലക്കൊരു പലകയെന്ന് അടർത്തിയതെന്തിനാ എന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ അലൈഹിസ്സലാമിനോട് സംശയം ചോദിച്ചപ്പോ വിശുദ്ധ ഖുർആൻ അതിന് ഖദർ അലൈഹിസ്സലാമിന്റെ മറുപടിയായിക്കൊണ്ട് പറഞ്ഞല്ലോ, അമ്മസ്സഖീനതു ഫകാനത് ലിമസാകീൻ യഅമലൂന ഫിൽ ബഹരി ഫഅറദ്തു അൻ അഈബഹാ വകാന വറാഅഹും മലികുൻ യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബാ. ആ കപ്പൽ ഞാൻ കേടാക്കാൻ കാരണം ഈ കപ്പൽ ഒരു പാവപ്പെട്ട അഗതികളുടെ കപ്പലാണ്. അഗതികളായ മനുഷ്യന്മാരുടെ കപ്പലാണ്. അവർ വളരെ അധ്വാനിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ ഒരു കപ്പലാണിത്. ഈ കപ്പൽ ഈ കടലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഇവിടെ ഒരു രാജാവുണ്ട്. ആ രാജാവ് നല്ല ഏത് കപ്പൽ കണ്ടാലും അയാളത് പിടിച്ചെടുക്കാൻ പതിവുണ്ട്. അങ്ങനത്തെ ഒരു ധിക്കാരിയായ രാജാവുണ്ട്. ഈ കപ്പൽ കടന്നു പോകുന്ന വഴിയിലൂടെ അങ്ങനെ ഒരു രാജാവുണ്ട്. ആ രാജന്റെ ദൃഷ്ടിയിൽ ഈ കപ്പൽ പെട്ടുകഴിഞ്ഞാൽ ഈ പാവങ്ങളുടെ ഈ നല്ല കപ്പൽ അയാൾ പിടിച്ചെടുക്കും. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ ആ രാജന് മനസ്സിലാകരുത് ഈ കപ്പൽ നല്ല മുൻപുള്ള കപ്പലാണെന്ന് തോന്നരുത്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഭാഗമൊന്ന് കേടുവരുത്തിയതാണ് എന്ന് മൂസ നബി അലൈഹിസ്സലാമിനോട് ഖദർ അലൈഹിസ്സലാം പറയുന്ന മറുപടി ഖുർആനിലുണ്ട്. ഞാൻ ആ സംഭവം സൂചിപ്പിച്ചത് മിസ്കീന്മാർക്ക് സഹായത്തിന് വേണ്ടി അഗതികൾ ഇവിടെ കഷ്ടപ്പെടാൻ പാടില്ല. അഗതികൾ ഇവിടെ ഉപദ്രവിക്കപ്പെട്ടുകൂടാ. അഗതികൾ ഇവിടെ പ്രയാസപ്പെട്ടുകൂടാ. അവരിവിടെ പീഡിപ്പിക്കപ്പെടുന്ന ആ സമൂഹത്തിന് തുണയായിട്ട് ഞാനുമുണ്ട് എന്ന സൂചനയാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അതേ സംഭവത്തിൽ തന്നെ നമുക്ക് കാണാം മൂസ നബി അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും കൂടി ഒരു രാജ്യക്കാരോട് പോയിട്ട് ഞങ്ങളെ നിങ്ങൾ ആദരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, ഭക്ഷണം ആവശ്യപ്പെടുന്നു. അതിഥികൾ എന്ന നിലക്ക് ആ സമൂഹം കൊടുത്തില്ല. അപ്പോഴാണ് അവിടെ ഒരു മതിൽ പൊളിഞ്ഞു വീഴാനായി നിൽക്കുന്നത്. ആ നമുക്ക് വേണ്ട ഒരു സഹായവും ചെയ്തു തരാത്ത ആ നാട്ടുകാരുടെ ഒരു മതിലിങ്ങനെ പൊളിഞ്ഞു വീഴാൻ വേണ്ടി നിൽക്കുമ്പോ ഖദർ അലൈഹിസ്സലാം പോയിട്ട് ആ മതിലങ്ങ് നന്നാക്കി കൊടുക്കുന്നു. ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചല്ലോ, നമ്മെ ഒരു വിലക്കും പരിഗണിക്കാത്ത ഇന്നാട്ടുകാരുടെ ഒരു മതിൽ പൊളിഞ്ഞു വീണെങ്കിൽ പൊളിഞ്ഞു വീണോട്ടെ, നമ്മൾ എന്തിനാരും നന്നാക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഖദർ അലൈഹിസ്സലാമിന്റെ മറുപടിയായി ഖുർആൻ പറയുന്നു, വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈൻ. ആ മതിലില്ലേ, ആ മതിലിന്റെ ഒരു ചരിത്രമുണ്ട്. ഈ സിറ്റിയിലുള്ള രണ്ട് പാവപ്പെട്ട യതീം കുട്ടികളുടെ മതിലാണത്. ആ മതിലിനൊരു പ്രത്യേകതയുണ്ട്. ആ മതിലങ്ങ് പൊളിഞ്ഞു വീണാൽ ആ കുട്ടികൾക്ക് അവകാശപ്പെട്ട ചില മുതലുണ്ട്. ആ മതിലിന്റെ നിധിയായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതാ പൊന്നുമക്കൾക്ക് കിട്ടാതെ പോകുമല്ലോ, അതാ അനാഥ കുട്ടികൾക്ക് കിട്ടാതെ പോകുമല്ലോ. അതുകൊണ്ട് ഇവരുടെ ബാപ്പയാണെങ്കിൽ സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് നിന്റെ റബ്ബ് ഉദ്ദേശിച്ചു ആ പാവങ്ങൾക്ക് ആ സ്വത്ത് നഷ്ടപ്പെട്ടു പോകരുത്. ആ മതിലങ്ങ് വീണിരിഞ്ഞു പോയാൽ കുട്ടികൾക്ക് ഈ അനാഥകൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടാതെയായി പോകും. അതുകൊണ്ട് നമ്മളിപ്പോ നന്നാക്കി കൊടുത്തേ പറ്റൂ, ഈ അനാഥകൾക്ക് കിട്ടേണ്ട അവകാശം അവർക്ക് കിട്ടിയേ പറ്റൂ എന്ന് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസ നബിയോട് പറഞ്ഞതായി ഖുർആനിൽ കാണാം. ഞാനിത് സൂചിപ്പിച്ചുവെന്നേ ഉള്ളൂ സുഹൃത്തുക്കളെ. വിശുദ്ധ ഖുർആനിന്റെ ആ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, അനാഥകളുടെ കാര്യത്തിൽ ഒരു പ്രവാചകൻ ശ്രദ്ധിക്കുകയാണ്, അഗതികളുടെ കാര്യത്തിൽ ഒരു പ്രവാചകൻ ശ്രദ്ധിക്കുകയാണ്. ഇനി പരിശുദ്ധ ഖുർആനിന്റെ എമ്പാടും ആയത്തുകളിൽ അനാഥകളുടെ കാര്യത്തിൽ, മിസ്കീന്മാരുടെ കാര്യത്തിൽ ഒരേപോലെ പറഞ്ഞു കാണാം. വലാ യഹുദ്ദു അലാ തഅമിൽ മിസ്കീൻ. അനാഥയുടെയും അഗതിക്കും വേണ്ടി ഒന്നും ചെയ്യാത്തവൻ അവൻ മതം പൂർണ്ണമായവനല്ല, അവൻ മതത്തിന്റെ ശരിയായ ആശയങ്ങൾ ഉൾക്കൊണ്ടവനല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ അനാഥയും അഗതിയും ഈ സമൂഹത്തിലെ ദുർബലരിൽ മുമ്പന്മാരാണ്. ഏറെ ഈ സമൂഹത്തിന്റെ വാത്സല്യങ്ങൾക്ക് അവകാശപ്പെട്ടവരാണ്. എത്രയോ കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ, അനാഥ കുട്ടികൾ, യതീം മക്കളെ നമ്മൾ കാണുമ്പോ നമ്മൾ ചിന്തിക്കണ്ടേ, ആ മക്കൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? ആ മക്കൾക്ക് കിട്ടാതെ പോകുന്നത് സ്നേഹമാണ് സുഹൃത്തുക്കളെ, വാത്സല്യമാണ് അവർക്ക് കിട്ടാതെ പോകുന്നത്. അവരെ സ്നേഹത്തോടെ തലോടാൻ,
അവരോടൊരു നല്ല വാക്കുരിയാടാൻ, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ താങ്ങും തണലുമായിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നത്, അനാഥകളുടെ കാര്യത്തിൽ അല്ലാഹു പറയുന്നത് അവരെ ഇക്റാമാക്കണം എന്നാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാദൂന അലാ തആമിൽ മിസ്കീൻ. അവരാഗതികൾക്ക് അവരന്നം നൽകുന്നവരല്ല, അന്നം നൽകുന്നവരല്ലെന്നത് പോയിട്ട് അവർക്ക് സ്വയം കൊടുക്കുന്നത് പോകട്ടെ, മറ്റുള്ളവരോടത് കൊടുക്കാനുള്ള നിർദ്ദേശമോ പ്രോത്സാഹനമോ പോലും കൊടുക്കാത്ത കടുത്തുറച്ച മനസ്സിന്റെ ഉടമകളാണ്. അതുപോലെ തന്നെ അനാഥകളെ ആദരിക്കാത്തവരാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു ഖുർആനിൽ അനാഥയുടെ കാര്യം പറഞ്ഞപ്പോ അനാഥ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയം മാത്രമല്ല പറയുന്നത്, ഇക്റാമുൽ യതീം. അനാഥ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് സമൂഹത്തിൽ ആദരവാണ്. ആദരവാണ് അവർക്ക് നൽകേണ്ടത്. ഈ കുട്ടികൾക്ക് ഭക്ഷണത്തിനല്ല പ്രയാസം, വസ്ത്രത്തിനല്ല പ്രയാസം, ഈ സമൂഹത്തിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് ആദരവാണ്. അങ്ങനെ ആദരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അനാഥകളെയും അഗതികളുടെയും പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തയ്യാറുണ്ടോ? അത് ഈമാനിന്റെ ഭാഗമാണ്. ഇസ്ലാം സമ്പൂർണമായിട്ട് ഒരാളുടെ മനസ്സിലുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ അമ്പാടും സ്ഥലത്ത് നമുക്ക് കാണാം. അതേപോലെ തന്നെ വളരെ പാവങ്ങളായ വിധവകളെ നമുക്ക് കാണാം. എത്രയോ നാടുകളിൽ ഭർത്താക്കന്മാര് മരിച്ചുപോയിട്ടുള്ള വിധവകൾ ഒരു നേരത്തെ ആഹാരത്തിന്റെ ഗതിയില്ലാഞ്ഞിട്ട് വ്യഭിചാരത്തിലേക്ക് അവരെ എടുത്തു ചാടുന്ന പെണ്ണുങ്ങളുണ്ട്. അവരുടെ കാര്യം നോക്കാൻ ആളുകളില്ല. ഒരു പക്ഷേ അതാത് ഏറ്റവും വലിയ ഈ ചെറുപ്പപ്രായത്തിൽ തന്നെ വിധവകളായി പോകുന്ന പെണ്ണുങ്ങളുടെ കാര്യമാണ് ഏറെ കഷ്ടം. അവരുടെ ജീവിതം തന്നെ അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. മാത്രമല്ല അവർക്ക് എന്തിന്റെയൊക്കെയോ ശാപമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിലൊരു വിധവയെ കാണുന്നത് പോലും ദുശ്ശകുനമായി കാണുന്ന സമൂഹമാണ്. അങ്ങനെ സമൂഹത്തിന്റെ ആട്ടും ദുഃഖം അവഗണനയുമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള വിധവകൾ, അതുപോലെ തന്നെ നിത്യരോഗികൾ, കഷ്ടപ്പെടുന്ന സമൂഹം, കൈയൊഴിഞ്ഞിട്ടുള്ള ആളുകൾ, ആരും കണ്ടാലത്ര പരിഗണിക്കപ്പെടാത്ത വൃദ്ധന്മാര് ഈ നിലക്കൊക്കെ സമൂഹത്തിലെമ്പാടും ആളുകളുണ്ട്. അവരെയൊക്കെ പരിഗണിക്കുന്നത് ഈമാനിന്റെ ഭാഗമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, അസ്സാഈ അലൽ അർമലതി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ് ഔ കല്ലദീ യസൂമുൻ നഹാറ വയഖൂമുൽ ലൈൽ. അസ്സാഈ അലൽ അർമലതി വൽ മിസ്കീൻ, അഗതിക്ക് വേണ്ടിയും വിധവക്ക് വേണ്ടിയും പരിശ്രമിക്കുന്ന മനുഷ്യൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന ധീര മുജാഹിദിന് തുല്യമാണ്. പടക്കളത്തിൽ ശത്രുക്കളോട് പോരാടുന്ന മുജാഹിദിനെ പോലെയാണ്. അനാഥകൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ അഗതികൾക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ഔ കല്ലദീ യസൂമുൻ നഹാറ വയഖൂമുൽ ലൈൽ, പകൽ മുഴുവൻ നോമ്പെടുക്കുന്നവനെ പോലെയാണ്, രാത്രി നിസ്കരിക്കുന്നവനെ പോലെയാണ്. എന്ത്? മിസ്കീനിന് വേണ്ടി പരിശ്രമിക്കുന്നവൻ, വിധവക്ക് വേണ്ടി പരിശ്രമിക്കുന്നവൻ. അതേപോലെ തന്നെ സമൂഹത്തിലുള്ള രോഗികൾ, വൃദ്ധന്മാര്, ആവശ്യമുള്ള ആളുകളെ, നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്ന ഇമാമീങ്ങളോട് വരെ റസൂലുള്ള നിർദ്ദേശം പറഞ്ഞു. ഏറ്റവും വലിയൊരു സൽക്കരണമല്ലേ നിസ്കാരം? ആ നിസ്കരിക്കുന്ന ഇമാമുമാരോട് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ സുദീർഘമായ സൂറത്തുകൾ ഓതിയിട്ട് ബാക്കിയിരിക്കുന്ന ആളുകളെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുത്. ഇദാ സല്ലല്ലാ അഹദുകും ലിന്നാസി ഫൽയുഖഫിഫ്, നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുന്നതായാൽ ഫൽയുഖഫിഫ്, അവൻ ലഘുവായി നമസ്കരിക്കട്ടെ. ഫഇന്ന ഫിന്നാസി, തീർച്ചയായും ജനങ്ങളിലുണ്ട് അൽളഈഫ വസ്സഖീമ വദൽഹാജ, ദുർബലന്മാരായ ആളുകളുണ്ട്, രോഗികളായ മനുഷ്യന്മാരുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് പല ആവശ്യങ്ങൾക്കും പോകേണ്ട ആളുകളുണ്ട്. അവരെയൊക്കെ നിങ്ങൾ പരിഗണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങൾ നോക്കൂ, റസൂലുള്ള പറയുന്നത് ഈ ലോകത്ത് നിന്ന് തന്നെ മനുഷ്യന് ഏറ്റവും വലിയ ഒരു ഹൈർ കിട്ടുന്ന ഒരു സംഗതിയാണ്. നമ്മൾ പലപ്പോഴും പ്രായമുള്ള ആളുകളെ, അതല്ലെങ്കിൽ കാണാനത്ര സന്തമൊന്നുമില്ലാത്ത വൃദ്ധന്മാരായ ആളുകളെ അവഗണിക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മളും ഈ യൗവനം പിന്നിട്ട് അതേ പ്രായത്തിലെത്തുന്നവരാണ്. ഇതുപോലെ തന്നെ ജരാന്തരകൾ ബാധിച്ച് കഷ്ടപ്പെടുന്നവരാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു നിർദ്ദേശം പറയുന്നത് നോക്കൂ, മാ അക്റമ ശാബ്ബുൻ ശൈഖൻ ലിസിന്നിഹി ഇല്ലാ അയ്യദല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ സിന്നിഹി.
ഒരു യുവാവും ആദരിക്കുന്നില്ല ശൈഖൻ ഒരു വൃദ്ധനെ ലിസിന്നിഹി അയാളുടെ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട്. ഒരാള് മറ്റൊരാളുടെ പ്രായം പരിഗണിച്ചിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ ആദരിക്കുകയാണെങ്കിൽ എന്താ അതുകൊണ്ട് അയാൾക്ക് ഈ ലോകത്ത് പോലും നേട്ടം, ആഖിറത്തിൽ കിട്ടുന്ന നേട്ടമാണ് ലക്ഷ്യമാക്കേണ്ടത്. പക്ഷേ അതേപോലെ തന്നെ ദുനിയാവിലും ആ മനുഷ്യന് കിട്ടുന്ന ഒരു നേട്ടമുണ്ട്. അല്ലാഹു ഈ മനുഷ്യനും നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്. മൻ യുക്രിമുഹു ഇൻദ സിന്നിഹി, ഇവന് പ്രായമായി, വൃദ്ധനായി, രോഗിയായി, പ്രയാസപ്പെട്ടുകൊണ്ടവൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് അവഗണിക്കപ്പെടുമ്പോ, ഒരാളാലും ശ്രദ്ധിക്കപ്പെടാതെ കഴിയുന്നൊരു പ്രായം അവന് വരുമ്പോ അവനെ സഹായിക്കാനും ആദരിക്കാനും പടച്ച തമ്പുരാൻ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഒരാളെ അവൻ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ആഖിറത്തിൽ കിട്ടുന്ന കൂലിക്ക് പുറമേ നമ്മൾ ഈ സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന ആളുകളോട് അനുകമ്പ കാണിച്ചാൽ, അവരോട് നല്ല നിലക്കുള്ള ദയ കാണിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല കഷ്ടപ്പെടുന്ന ലോകത്തെ ആഖിറത്തിൽ വെച്ച് പ്രതിഫലം നൽകുന്നതിന്റെ മുമ്പേ, അവിടെ വെച്ച് നൽകപ്പെടുന്നതിന്റെ മുമ്പായി തന്നെ ഇവിടെ വെച്ചും നമുക്ക് അല്ലാഹു നിഅമത്തുകൾ തരുന്നതാണ്, അനുഗ്രഹങ്ങൾ തരുന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും ഇർഹമൂ മൻ ഫിൽ അർളി, റസൂലുള്ളാഹി പറഞ്ഞല്ലോ ഇർഹമൂ മൻ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണേ, എങ്കിൽ ഇർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവനായ അതല്ലെങ്കിൽ മുകളിലുള്ളവനായ അല്ലാഹു നിങ്ങളോടും കരുണ കാണിക്കും. അപ്പൊ ഈ സമൂഹത്തിലുള്ള കഷ്ടപ്പെടുന്ന ആളുകൾ എമ്പാടുമാണ്. നമ്മൾ പറയും അതൊക്കെ പണ്ട് കാലമാണ്, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, കഷ്ടപ്പെടുന്ന ആളുകളില്ല എന്ന്. നിങ്ങളറിയാമോ സമൂഹത്തിലുള്ള കഥകൾ? മക്കളെ പോറ്റാൻ ഗതിയില്ലാതെ പല പ്രദേശങ്ങളിലുമുള്ള അനാഥ മക്കളോട്, അനാഥശാലകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വിദേശ മറ്റു ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നെത്തുന്ന മക്കളോട്, ആ മക്കളോട് നമ്മൾ ചോദിച്ചാൽ നിന്റെ ബാപ്പയാരാണ് മോനെ എന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരുപാട് ബാപ്പമാരുണ്ട് എന്ന് തുറന്നു പറയുന്ന കുട്ടികളുണ്ട്. കാരണം ഗതിയില്ലാഞ്ഞിട്ട് ഉമ്മ ഒരു ബാപ്പയുടെ കൂടെ കുറച്ചു കാലം ജീവിക്കുന്നത് ഈ മോൻ കാണുകയാണ്. പിന്നെ കുറച്ചു കാലം വേറൊരാണിന്റെ കൂടെ ജീവിക്കുകയാണ് ഈ പാവപ്പെട്ട ഉമ്മ. കാരണം ഈ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണ്ടേ, അവർക്ക് ഒരു നേരത്തെ ആഹാരം നൽകാൻ പോലും ഗതിയില്ലാതെ മാനം വിറ്റുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ഉമ്മമാര്, സഹോദരിമാര്, വിധവകള്, പ്രയാസപ്പെടുന്ന ആളുകൾ, അനാഥകൾ, അതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിൽ നിന്നും എമ്പാടുമുണ്ട്. അവർക്ക് നമ്മുടെ സഹായം ആവശ്യമാണ്, അവർക്ക് നമ്മുടെ എല്ലാ നിലക്കുമുള്ള പ്രോത്സാഹനം ആവശ്യമാണ്. അത് അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ നിസ്കാരത്തെ പോലെ തന്നെ സക്കാത്ത് പോലെ ഇസ്ലാമികമായ കാര്യത്തിലുള്ള നമ്മുടെ ബാധ്യതയാണ് എന്ന് പ്രത്യേകമായി നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ആളുകളോട് അനുകമ്പയും ദയയും വായ്പുമൊക്കെ കാണിക്കുമ്പോ ഈ ലോകത്തും നാളെ പരലോകത്തും അതിന് 10 മടങ്ങ്, അതല്ലെങ്കിൽ നമ്മുടെ ആത്മാർത്ഥതക്കനുസരിച്ചുകൊണ്ട് എത്രയാണെങ്കിൽ തിരിച്ചു തരും, യാതൊരു സംശയവുമില്ല. അർഹമുർ റഹീമീനായ കരുണാവാരിധിയായ റബ്ബ് കാരുണ്യം എന്ന സ്വഭാവം നമ്മുടെ ഹൃദയങ്ങളിൽ നിറക്കുകയും സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന ആളുകളെ പരിഗണിക്കാനുള്ള ഒരു മനസ്സ് നമുക്കെല്ലാം നൽകി നമ്മെ അവന്റെ ഉത്തമദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകണമെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സമൂഹത്തിലുള്ള കഷ്ടപ്പെടുന്ന അനാഥകൾ, അഗതികൾ, വിധവകൾ, രോഗികൾ, വയോവൃദ്ധന്മാർ, അതുപോലെ സമൂഹത്തിലെ ദുർബലരായ മറ്റു ആളുകൾ, അവരോടെല്ലാം മുസ്ലിം അവന്റെ ബാധ്യതകൾ നിർവഹിക്കുന്നത് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം പരലോകത്തുള്ള വിജയം നേടലാണ്. ആ ലക്ഷ്യത്തിൽ മായം ചേർന്നാൽ നമ്മുടെ അമലുകളെല്ലാം പോയി. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞ വാചകമാണ്, ആയത്താണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ചത്. അവര് ഭക്ഷണം നൽകുന്നു, അലാ ഹുബ്ബിഹി, ആ ഭക്ഷണത്തോട് സ്നേഹമുണ്ടായിരിക്കെ തന്നെ, അതല്ലെങ്കിൽ അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്. മിസ്കീനൻ വ യതീമൻ വ അസീറ, അനാഥയ്ക്കും അതുപോലെ തന്നെ അഗതിക്കും അതുപോലെ തന്നെ ബന്ധിതരായ ആളുകൾ.
എന്താണ് അവർ ഭക്ഷണം നൽകുന്നതിന്റെ പിന്നിൽ അവർക്കുള്ള ഉദ്ദേശം? അവര് നല്ല കാര്യത്തിലേക്ക് സഹായിക്കുന്നതിന്റെ പിന്നിൽ അവരുടെ ലക്ഷ്യമെന്താണ്? പേരെടുക്കലാണോ? പ്രശസ്തി കിട്ടലാണോ? സമൂഹത്തിൽ അവൻ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ പ്രവർത്തിക്കുന്നവനാണെന്ന ഖ്യാതി നേടലാണോ? ഒരിക്കലും അല്ല, ആവാൻ പാടില്ല. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ്, ഞങ്ങൾ നിങ്ങളെ ആഹരിപ്പിച്ചത്, ഞങ്ങൾ നിങ്ങളെ ഊട്ടിയത്, ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിച്ചത് ലിവജ്ഹില്ലാഹി, അല്ലാഹുവിന്റെ പൊരുത്തം ഒന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാകുന്നു. ലാ നുരീദു മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്ന് ഒരു നന്ദിയുടെ വാക്കോ നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രതിഫലമോ ഞങ്ങൾ മോഹിക്കുന്നില്ല. ഞങ്ങളൊരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ, മുഖമാകെ ചുരുങ്ങിപ്പോകുന്ന, അതല്ലെങ്കിൽ ശിക്ഷയുടെയും ചൂടിന്റെയും കാഠിന്യം കൊണ്ട് ആകെ പ്രയാസപ്പെട്ടു പോകുന്ന ഒരു ദിവസം വരാനുള്ളത് മഹ്ശറാണ്, പരലോകമാണ്. ഇന്നാ നഖാഫു മിർ റബ്ബിനാ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് ഭയപ്പെടുകയാണ്. എന്റെ യൗമൻ, ഒരു ദിവസത്തെ അബൂസം ഖംതരീറാ, പരലോകത്തെ അത്യുഷ്ണം കൊണ്ട് തിളച്ചുമറിയുന്ന നരകശിക്ഷ അടക്കമുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം കിട്ടണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത് എന്ന് പറയുന്നവരാണ് വിശ്വാസികൾ. അല്ലാഹു അവരെ സംബന്ധിച്ച് പറയുന്നു, ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നദറതൻ വസുറൂറാ വജസാഹും ബിമാ സബറൂ ജന്നതൻ വഹരീറാ മുത്തഖിഈന ഫീഹാ അലൽ അറായികി ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ വദാനിയതൻ അലൈഹിം ളിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീലാ. അങ്ങനെ സ്വർഗീയ ലോകത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും അല്ലാഹു വിശദീകരിക്കുന്നു. ഈ നിലക്ക് അല്ലാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് സഹായിക്കുന്ന ആളുകളെ അവർ പേരിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല, പെരുമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല, സമൂഹത്തിൽ ധർമ്മിഷ്ഠനാണെന്ന പേര് കിട്ടാനല്ല, അവർ വളരെ സ്വകാര്യമായി നൽകുന്നവരാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലാഹുവിന്റെ റസൂല് പറയുന്നൊരു വാചകം, സ്വനാനിഉൽ മഅറൂഫി തഖീ മസാരിയ സൂഇ വസദഖത്തു സിരി തുത്ഫി ഗദബർ റബ്ബി വസിലത്തുർ റഹ്മി തസീദു ഫിൽ ഉമരി. ഇമാം തൊബറാനി എവിടുത്തെ അൽ കബീറിൽ വ്യക്തമായ നിലയ്ക്ക് തന്നെ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും, റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാം. സ്വനായുൽ മഅറൂഫി, നല്ല നല്ല കാര്യങ്ങളൊക്കെ തഖീ മസാരിയ സൂഇ, ചീത്തയായ പതനങ്ങളിൽ നിന്ന് മനുഷ്യന് കാവൽ നൽകുന്നതാണ്. നല്ല നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യുമ്പോ അത്യാപത്തുകൾ വരാതെ റബ്ബവനെ ദുനിയാവിൽ തന്നെ സംരക്ഷിക്കുന്നതാണ്. സ്വകാര്യമായിട്ട് നീ നൽകുന്ന ധനമുണ്ടല്ലോ, സ്വകാര്യമായിട്ട് നീ ഒരാളെ സഹായിക്കുന്ന ധർമ്മമുണ്ടല്ലോ, അത് റബ്ബി, റബ്ബിന്റെ കോപം നിന്നോട് ഇല്ലാതെയാക്കുന്നതാണ്. റബ്ബിന് നിന്നോട് കോപമുണ്ടെങ്കിൽ ആ കോപത്തെ തണുപ്പിച്ച് കെടുത്തിക്കളയുന്നത് വളരെ സ്വകാര്യമായ നിലക്കുള്ള ധർമ്മങ്ങൾ. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് നിന്റെ ആയുസ്സിൽ നല്ല നിലക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു അവസരം ഏറ്റിത്തരുന്ന ഒരു പ്രധാനപ്പെട്ട അമലാണ്. ഇങ്ങനെ അല്ലാഹുവിങ്കിൽ നിന്നുള്ള പൊരുത്തത്തെ ആശിച്ചുകൊണ്ട് നല്ല നിലക്ക് ഇങ്ങനെ ധർമ്മങ്ങളും നല്ല നിലക്ക് പാവങ്ങളുടെ കാര്യത്തിലുമൊക്കെ വേണ്ട കാര്യങ്ങൾ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കക്ഷികളില്ലേ, അല്ലാഹു അവരെ സംബന്ധിച്ച് പറയുന്നത് ആ പേടിച്ചരളുന്ന ദിവസത്തിന്റെ എല്ലാ ആപത്തുകളിൽ നിന്നും അല്ലാഹു അവർക്ക് കാവൽ നൽകുന്നതാണ്. പിന്നെ അവർക്ക് നൽകുന്നതാണ് വിശദീകരിക്കുന്നത്, സ്വർഗമുണ്ട്, ആ സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളുണ്ട്. മുത്തഖീന ഫീഹാ അലൽ അറായികി, അവര് സോഫകളിൽ, അലങ്കൃതമായ സോഫകളിൽ ശാരീരം ഉല്ലസിക്കുന്നവരാണ്. അവിടെ അവർക്ക് ചൂടോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഇല്ല. അതേപോലെ തന്നെ വദാനിയതൻ അലൈഹിം ളിലാലുഹാ,
ആ സ്വർഗീയ തണൽ മരങ്ങളിൽ അവിടെയുള്ള സുഖസന്തോഷങ്ങളിൽ അവർ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അവർക്ക് കുടിക്കാൻ കൊടുക്കപ്പെടുന്ന പാനീയങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, വയസ്സൗന, അവർക്ക് കുടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല ശുദ്ധമായ പാനീയങ്ങൾ, പ്രത്യേകമായ ചേരുവകളുള്ള പാനീയങ്ങൾ. ഒരു കണ്ണും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത, ഒരു ഹൃദയത്തിനും ഇന്ന് വരെ ആലോചിക്കാനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ലാത്തത്ര വമ്പിച്ച ആനുകൂല്യങ്ങളാണ് അല്ലാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഈ ഇസ്ലാമികമായ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സൂക്ഷിക്കുന്ന മുത്തഖീങ്ങൾക്ക് അല്ലാഹു പറഞ്ഞതാണ്. ആ ഒരു സ്വഭാവത്തിലേക്ക് നീങ്ങാൻ വേണ്ടി സുഹൃത്തുക്കളെ, നാം ചെയ്യുന്ന ഏത് കർമ്മങ്ങളും റിയാ വന്നു പോകാതെ, മറ്റുള്ളവരെ കാണണം കേൾക്കണം എന്ന ചിന്ത വരാതെ, ഇന്നമാനുതഇമുകും ലിവജ്ഹില്ലാഹ്, അല്ലാഹുവേ നിന്റെ പൊരുത്തമാണ് എന്റെ വാക്ക്, ഞാനതാണ് ലക്ഷ്യമാക്കുന്നത്. ആ ഉദ്ദേശത്തോടുകൂടി മായം ചേരാതെ കലരാതെ വലത്തെ കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്ത ആളുകൾക്ക് അല്ലാഹു നാളെ അവന്റെ തണലിട്ട് കൊടുക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. ഈ നല്ല കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് എല്ലാ അവസരങ്ങളിലും നമ്മൾ നമ്മുടെ നാട്ടിലായാലും മറുനാട്ടിലായാലും എവിടെയായാലും കഷ്ടപ്പെടുന്ന ആളുകളെ അവഗണിക്കരുത്. അനാഥയെ നീ ഒരിക്കലും വിരട്ടി ഓടിക്കരുത്. നീ അവന്റെ കാര്യത്തെ അടക്കി വാഴരുത്. പാവങ്ങളെ ആ അനാഥകളുടെ സ്വത്ത് തിന്നാൻ വേണ്ടിയോ അവരുടെ അനാഥ പരിപാലനം സിദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ, ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ദുൽമാ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. അനാഥകളുടെ സ്വത്ത് കണ്ടിട്ടവരുടെ പിന്നാലെ കൂടുന്ന ആളുകളില്ലേ, അനാഥ കുട്ടികളുടെ മുതൽ തട്ടണം എന്ന നിലക്ക് ആ അനാഥകളുടെ പിന്നാലെ കൂടുന്ന ആളുകളില്ലേ, ആ സ്വത്ത് തിന്നുന്നവൻ ഇന്നമായ കുലൂന ഫീ ബുതൂനിഹിം നാറാ, അവരുടെ വയറുകളിലേക്ക് അവർ ഇറക്കുന്നത് തീയാണ്. വസയസ്ലൗന സഈറാ, കത്തിയാളുന്ന നരകമാണ് അവർക്ക് ലഭിക്കാനുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് ദുനിയാവിന്റെ നേട്ടം വെച്ചുകൊണ്ടല്ല, ഏതെങ്കിലും നിലക്കുള്ള ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയോ ആയിരിക്കരുത്, അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് പാവങ്ങളെ സഹായിക്കാൻ നമ്മൾ തയ്യാറാവണം. നാം പരിശുദ്ധ റമദാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ്. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കണം, നമ്മുടെ അമലുകൾ നന്നായി തീരണം, അതിന് നല്ല നല്ല സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അർഹമുർ റഹീമായ തമ്പുരാൻ ആ നിലക്കുള്ള സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടായിത്തീരുന്ന നിലക്ക് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹിക്കാനാവാത്ത മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു എല്ലാവർക്കും മോചനം നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ ഒരുപാട് രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ശിഫയാക്കാൻ കഴിവുള്ളവനാണ്. അല്ലാഹു അവർക്ക് സുഖം നൽകുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ, ആരോഗ്യം നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികളും കുടുംബങ്ങളുമുണ്ട്. അർഹമുർ റഹീമായ തമ്പുരാൻ അവരുടെ ഖബറിടം ശോഭനമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മയും അവരെയും അവന്റെ സ്വർഗീയാരാമത്തിൽ അല്ലാഹു ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.